MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കബാബിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ഹെൽത്തിയായ ഒരു സ്നാക്കാണിത്. നമുക്ക് ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1/4 കപ്പ് സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. സവാള ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി എടുത്തതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളറാകുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 10 മിനിറ്റൊക്കെ മതി ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റോക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും 1/2 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തതും 1/4 കപ്പ് ബീൻസ് ചോപ്പ് ചെയ്തതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 5 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്ത് ഒന്നുകൂടി വഴറ്റാം. ഇനി 1/2 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് അധിക സമയമൊന്നും വഴറ്റേണ്ട. 2 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് വഴറ്റി കൊടുക്കാം. മൈദയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് കൂടി ചേർത്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വഴറ്റണം. ഇതിപ്പോൾ റെഡിയായി. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി കയ്യിലൽപ്പം എണ്ണ പുരട്ടിയിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിത് ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇത് ഓവൽ ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതൊരു മുട്ടയുടെ ബാറ്ററിൽ മുക്കിയാണ് ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ച് ഓയിൽ മതി. ഇനി മുട്ടയിൽ മുക്കി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ച് മറിച്ചുമിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓയിലില്ലാതെ എയർ ഫ്രയറിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി മുട്ടയിൽ മുക്കി വെച്ചു കൊടുക്കാം. $180°C 12 മിനിറ്റ് വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ അധികം ഓയിലില്ലാത്ത നല്ലൊരു കബാബാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.